ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാല് ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് ഗായത്രി വില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് പാർവതിയും ഗാർഗിയും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. ജാസ്മിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അവള് സൂയിസൈഡിന് ശ്രമിച്ചു. എന്നെ ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചു പറഞ്ഞത്. ഇവൾക്ക് പോകാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് വിശാല് പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും. അതെന്താണെങ്കിലും നല്ല കാര്യമായി. നമ്മുടെ കുടുംബത്തിന് അപമാനമുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ ഇവള് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി എന്താണെങ്കിലും ഇവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, വേറെ എങ്ങോട്ടേക്കും ഇവളെ വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുശീലയും പ്രഭാവതിയും കൂടി ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഗാർഗി പറയുകയാണ്, പാർവതി എന്തൊക്കെ വന്നാലും ശരി, ആ ജാസ്മിനെ ഇവിടെ എന്താണെങ്കിലും നിർത്താനേ പാടില്ല. നീ ചെന്ന് വിശാൽ ബ്രോയോടൊന്ന് സംസാരിക്കും. അങ്ങനെ പാറു വിശാലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിശാൽ സാർ, ജാസ്മിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്നോടൊന്ന് അഭിപ്രായമെങ്കിലും ചോദിക്കാമായിരുന്നു. ഞാൻ ചോദിക്കാമെന്ന് കരുതിയതാ പാർവതി, പക്ഷേ ആ സമയത്തെ സിറ്റുവേഷൻ അങ്ങനെയായി പോയി. അതുകൊണ്ടാണെന്ന് വിശാൽ പറയുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. അമേരിക്കയിലേക്ക് പോകുന്നവരെ ജാസ്മിൻ നമ്മളുടെ ഔട്ട് ഹൗസിൽ താമസിക്കട്ടെ. ഞാനും വേണമെങ്കിൽ അവളുടെ ഒപ്പം അവിടെ പോയി നിന്നോളാം. അവൾ പോകുന്നത് വരെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനും നോക്കിക്കോളാം. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, അത് നല്ലൊരു അഭിപ്രായം തന്നെയാ. ഞാൻ എന്താണെങ്കിലും അമ്മയോട് പോയി ചോദിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെയാണ്. പ്രഭാവതി ജാസ്മിന്റെ അടുത്തെന്ന് പറയുകയാണ്, മോൾ ഇവിടുന്ന് പോയ പിന്നെ എന്റെ ഒരു വശം തളർന്നു പോയതുപോലെയാ തോന്നിയത്. ഇപ്പോ മോള് വന്നപ്പോ 1000 ആനകളുടെ ശക്തിയാ എനിക്ക് കിട്ടിയത്. എന്റെ ആന്റി മണ്ഡപത്തിൽ നിന്നും ഞാൻ പോയതിൽ പിന്നെ ആരും എന്നെ ഒന്ന് വിളിച്ച് തിരക്കിയത് പോലും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങനെ തേനും പാലുമൊക്കെ ഒഴുക്കുന്നത്? അന്നത്തോടെ എല്ലാവരുടെയും തനി നിറം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ആകെ ഒറ്റപ്പെട്ടു പോയ പോലൊരവസ്ഥയായിരുന്നു. ഡാഡിയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതോടെ സ്വയം ജീവനൊടുക്കാൻ അതാ ഞാൻ തീരുമാനിച്ചത്. എന്റെ മോളെ, നീ എന്റെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കണം. പല്ലവി വിപിനെ ഭീഷണിപ്പെടുത്തിയ കല്യാണം കഴിപ്പിച്ചത്. അതിനുശേഷം ഇവിടെ ഓരോരോ തലവേദനകളായി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് മോളെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയതാ. അച്ഛൻ അവിടെ ഇറക്കി വിട്ടപ്പോ മോൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നാ പോരായിരുന്നു എന്ന് പ്രഭാവതി ചോദിക്കുന്നു. അതേസമയം സുശീൽ അങ്ങോട്ടേക്ക് വരികയാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നീ ഈ വീട്ടിൽ നിന്നും എവിടേക്കും പോകണ്ട. നിന്റെ ഒപ്പം എന്തിനും ഞാനുണ്ടാകും. എന്റെ ആന്റി പാർവതി ഇപ്പോഴേ എന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അവള് മനസ്സിൽ ചിന്തിക്കുമ്പോഴേ മാനത്ത് കാണുന്നവരാ നമ്മള്. അതുകൊണ്ട് അവള് നിന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാമെന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് അവളെ എങ്ങനെ പുറത്താക്കാമെന്ന് പ്ലാൻ ചെയ്യാം. ഇത് കേൾക്കുന്ന സുശീലയും പറയുകയാണ്, അതെ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. പിന്നീട് കാണിക്കുന്നത് വിശാല് പ്രഭാവതിയെ വിളിക്കുന്നതാണ്. അതേസമയം പ്രഭാവതിയും ജാസ്മിനും കൂടി വിശാലിന്റെ അടുത്തേക്ക് വരുന്നു. അമ്മേ, ജാസ്മിന്റെ താമസക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. അതിനെന്താ മോനെ, ജാസ്മിൻ അവളുടെ പഴയ മുറിയിൽ തന്നെ താമസിക്കട്ടെ. എനിക്കും പാർവതിക്കും മറ്റൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജാസ്മിനെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. ജാസ്മിൻ ഇപ്പോ നല്ല കെയറിങ്ങും ട്രീറ്റ്മെന്റും ഒക്കെയല്ലേ വേണ്ടത്. അവിടെ ആകുമ്പോൾ അതെല്ലാം നടക്കും. ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ജാസ്മിനെ അവിടെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തള്ളാനാണോ നീ പറയുന്നത്? ഞാൻ ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ല. പാർവതിയും ജാസ്മിന്റെ കൂടെ അവിടെ ഉണ്ടാകും. ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുന്നത് എന്തിനാ? ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രതാപനും പറയുകയാണ്, അതെ, അല്ലെങ്കിലേ ആ വിവാഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ജാസ്മിനോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാ പാർവതി. വേണമെങ്കിൽ കൊല്ലാനും മടിക്കില്ല. അതേസമയം അങ്ങോട്ടേക്ക് പാറു വരുമ്പോ വിശാൽ പറയുകയാണ്, പാർവതി, ഇവരാരും നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ജാസ്മിനെ കൊണ്ട് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാ ഇവളെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് മാറാമെന്ന് ഞാൻ പറഞ്ഞത്. അതേസമയം ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ഇവിടുന്ന് മാറുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ. അതിന് ഇത് നിന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ ജാസ്മിൻ. ജാസ്മിൻ ഇവിടെ ബന്ധുക്കളായിട്ട് ആരുമില്ല. ഒരിക്കൽ എന്തിനോ വേണ്ടി ഇവിടെ വന്ന് താമസിച്ചു. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ശരിയാണ്, എനിക്കിവിടെ ബന്ധുക്കളൊന്നുമില്ല. ഞാനിവിടെ ആരുമല്ല. എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വിശാലാണെങ്കിലും എനിക്ക് തനിയെ പോകാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇറങ്ങാനൊരുങ്ങുമ്പോ സുശീല ജാസ്മിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നീ ഇവിടുത്തെ ബന്ധുവല്ലാത്തതല്ലേ എല്ലാവരുടെയും പ്രശ്നം. ഇവൾ ഇവിടുത്തെ ബന്ധുവായാൽ പ്രശ്നമെല്ലാം തീരില്ലേ എന്ന് സുശീല ചോദിക്കുമ്പോ എല്ലാവരും സംശയത്തോടെ സുശീലയെ നോക്കുകയാണ്. ഞാൻ ജാസ്മിനെ ദത്തെടുക്കാൻ പോവുകയാണെന്ന് സുശീല പറയുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് പ്രഭാവതി ചോദിക്കുകയാണ്, എന്റെ സുശീലെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? ഈ കാര്യം നിന്റെ ഭർത്താവ് അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ്,
ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം മറച്ചുവെച്ചു. എന്റെ ഭർത്താവും ഞാനുമായിട്ട് ഇപ്പോ യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അമേരിക്കയിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ മുതൽ നീ എന്റെ മോളാണ് ജാസ്മിൻ. നിന്നെ ഇവിടുന്ന് ഇനി ആരും ഇറക്കി വിടില്ലെന്ന് പറഞ്ഞ് സുശീല ജാസ്മിനെയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവിനെയും ഗാർഗിയുമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.